എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെട്രോൾ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിനെ കുറിച്ചാണ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നും അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് എന്താണ് എന്നും അതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് തൊട്ട് മുൻപായിട്ട് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് പഠിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ചില ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പെട്രോൾ വാഹനത്തിൽ, അതായത് ഒരു പെട്രോൾ എന്ന് പറയുന്ന ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൽ ഫ്യൂവൽ ടാങ്കിൽ നമ്മൾ പെട്രോൾ വെക്കുന്നു, അതിനെ എൻജിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഫ്യൂവൽ ടാങ്കിലുള്ള പെട്രോളിനെ എൻജിനിലേക്ക് സപ്ലൈ ചെയ്യുന്ന മുഴുവൻ സിസ്റ്റത്തിനെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെട്രോൾ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എന്ന്. അപ്പോൾ ഈ പെട്രോൾ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൽ പെട്രോൾ ടാങ്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്യൂവൽ ഫിൽട്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂവൽ ലൈനുകൾ വരുന്നുണ്ട്, അതുപോലെ ഫ്യൂവൽ പമ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കാർബറേറ്റർ വരുന്നുണ്ട്, എയർ ക്ലീനറുകൾ വരുന്നുണ്ട്, അതുപോലെ എൻജിൻ്റെ ആ ഒരു ഇൻലെറ്റ് മാനിഫോൾഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഒരു പെട്രോൾ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒരു പെട്രോൾ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് രണ്ട് തരം പമ്പുകളാണ്. ഒന്ന് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്, മറ്റൊന്ന് SU ഇലക്ട്രിക്കൽ പമ്പ്. എന്താണ് ഈ AC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വേറ്റഡ് ബൈ ക്യാം. ഒരു ക്യാമിനാൽ ആക്ച്വേറ്റ് ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന പമ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് AC മെക്കാനിക്കൽ പമ്പ്. അത് മെക്കാനിക്കലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. SU ഇലക്ട്രിക്കൽ പമ്പോ ഇലക്ട്രിക്കൽ എനർജിയുടെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. SU എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിന്നേഴ്സ് യൂണിയൻ എന്നാണ്. ഈ SU ഇലക്ട്രിക്കൽ പമ്പിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ കാണാം. അപ്പോൾ ഇത്തരം പെട്രോൾ വാഹനങ്ങളിൽ ഇത്തരം രണ്ട് പമ്പുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പും അതുപോലെ തന്നെ SU ഇലക്ട്രിക്കൽ പമ്പും. ഇവിടെ നമ്മൾ AC മെക്കാനിക്കൽ പമ്പുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ചിത്രം കാണാൻ സാധിക്കും. ഈ ചിത്രം AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിൻ്റെ ചിത്രമാണ്. വളരെ ലളിതമായ രീതിയിലാണ് ഈ ഒരു ചിത്രം ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളായി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കേസ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു കേസ് പോർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? ഒരു ചേംബർ പോർഷൻ നമുക്കിവിടെ കാണാം, അതുപോലെ തന്നെ ഒരു സക്ഷൻ വാൽവ് നമുക്കിവിടെ കാണാം, അതുപോലെ ഒരു പ്രഷർ വാൽവ് ഈ ഭാഗത്ത് കാണാം. മുകളിൽ ഒരു സ്ട്രെയിനർ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു അരിപ്പ അല്ലേ, വരുന്ന ഫ്യൂവലിനെ ഡേർട്ട് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രെയിനർ പോർഷൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഭാഗം ഒരു ഡയഫ്രം ആണ്. ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗം ഒരു ഡയഫ്രം ഭാഗമാണ്. ആ ഡയഫ്രത്തിലേക്കൊരു പുൾ റോഡ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഡയഫ്രം പുൾ റോഡും കൂടെ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു സഹായവുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഡയഫ്രം കഴിഞ്ഞ് പുൾ റോഡിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു, ഒരു റോക്ക് റാം എടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ റോക്ക് റാം ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിരിക്കുന്നു, ഹിഞ്ച് ചെയ്തിട്ടുണ്ട്, പിവറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു എക്സെൻട്രിക് ക്യാം, എൻജിൻ ക്യാം ഷാഫ്റ്റിൽ വരുന്ന ഒരു എക്സെൻട്രിക് ക്യാമിൻ്റെ പോർഷനും നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ഡ്രൈവ്, അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം, ഡ്രൈവ് എവിടെ നിന്ന് കിട്ടുന്നു? അത് കിട്ടുന്നത് എൻജിൻ ക്യാം ഷാഫ്റ്റിൽ നിന്നാണ്. നമുക്കറിയാം, ഒരു എൻജിൻ്റെ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായും ഇൻലെറ്റ് വാൽവിനെ എക്സോസ്റ്റ് വാൽവിനെയും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഇൻലെറ്റ് വാൽവിനെ എക്സോസ്റ്റ് വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാമുകൾക്ക് പുറമെ ആ ക്യാം ഷാഫ്റ്റിൽ ഒരു എക്സെൻട്രിക് ക്യാം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എക്സെൻട്രിക് ക്യാം എന്തിനു വേണ്ടിയിട്ട് സഹായിക്കും? ഈ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിനെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എൻജിന് നമ്മൾ ഇഗ്നീഷൻ കൊടുത്ത് എൻജിൻ പ്രവർത്തന രഹിതമാകുമ്പോൾ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് വർക്ക് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പും വർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ,
ഈ ഒരു ഡയഫ്രം എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ മെറ്റീരിയൽ എന്താണ്? ഹൈ ഗ്രേഡ് കോട്ടൺ ഇംപ്രഗ്നേറ്റഡ് വിത്ത് സിന്തറ്റിക് റബ്ബർ. അതായത് ഹൈ ഗ്രേഡ് കോട്ടൺ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? സിന്തറ്റിക് റബ്ബർ അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ നിലവിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇനേർഷ്യ സ്ട്രെസ്സുകൾ പൂർണ്ണമായിട്ടും മിനിമം ആക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇനേർഷ്യ സ്ട്രെസ്സുകളിൽ നിന്നും പൂർണ്ണമായും അത് മാറി നിൽക്കുന്നതിന് വേണ്ടി ഈ വാൽവുകൾ, ഈ സക്ഷൻ വാൽവും അതുപോലെ തന്നെ പ്രഷർ വാൽവും ഒക്കെ ബാക്കലൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടുള്ള വാൽവുകൾ എന്ന് പറയുന്നത് സക്ഷൻ വാൽവും അതുപോലെ തന്നെ പ്രഷർ വാൽവുമാണ്. ആ പേരിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്ക് വരാം നമുക്ക്. അതുപോലെ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന സ്പ്രിങ്ങിനെ നമ്മൾ പറയുന്നത് റിട്ടേൺ സ്പ്രിങ്, അതായത് ഡയഫ്രത്തിനെ റിട്ടേൺ പഴയ പൊസിഷനിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സ്പ്രിങ് ആണ് ഈ ഒരു യെല്ലോ കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഫ്രം സ്പ്രിങ്. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫ്യൂവൽ വന്ന് കയറുന്നത് എന്ന് പറയുന്ന ഭാഗം, ഈ ഭാഗത്തൂടെയാണ് ഫ്യൂവൽ വന്ന് കയറുന്നത്. ഫ്യൂവൽ ഈ ഒരു ഡിവൈസിൽ നിന്നും, ഈ ഒരു മെക്കാനിക്കൽ പമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഈ ഒരു ഭാഗത്തൂടെയാണ്. അവിടെ എഴുതിയിട്ടുണ്ട് ഔട്ട് ടു കാർബറേറ്റർ. കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ചേമ്പറിലേക്ക് ഇവിടെ നിന്നുള്ള കണക്ഷൻ കൊടുത്തിരിക്കും. ആ ഫ്ലോട്ട് ചേമ്പറിലേക്ക് അവിടെ ഒരു നീഡിൽ വാൽവ് ഉണ്ടായിരിക്കും. ആ നീഡിൽ വാൽവ് ആ ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ, ഫ്ലോട്ട് ചേമ്പറിലേക്കുള്ള വഴി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫ്യൂവൽ എന്ത് ചെയ്യും? നേരെ പോയിട്ട് ആ ഫ്ലോട്ട് ചേമ്പറിലേക്ക് പോയി വീഴും. അങ്ങനെ ഫ്ലോട്ട് ചേമ്പറിൽ ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിൽ ഫ്യൂവൽ വരുന്ന സമയത്ത് നീഡിൽ വാൽവ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു ഫ്ലോട്ട് ചേമ്പറിനെ ക്ലോസ് ചെയ്യും. സോ ഇത്രയുമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഫ്യൂൽ ടാങ്ക് കഴിഞ്ഞ് ഒരു ഫിൽട്ടർ കഴിഞ്ഞ് പിന്നെ പമ്പ് വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കാർബറേറ്റർ വരുന്നു. അപ്പോൾ ഈ പമ്പിൻ്റെയും അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന കാർബറേറ്ററിൻ്റെയും ഇടയിലുള്ള ഒരു പ്രഷർ, ആ ഒരു ലൈൻ പ്രഷർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏകദേശം 20 കിലോ പാസ്കൽ മുതൽ 35 കിലോ പാസ്കൽ വരെ ആയിരിക്കും ഈ ഒരു പമ്പിൻ്റെയും കാർബറേറ്ററിൻ്റെയും ഇടയിൽ വരുന്ന ഒരു പ്രഷർ. അത് പിന്നെ ഈ ഒരു ഡയഫ്രം സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ്സിനനുസരിച്ച് എന്തുണ്ടായിരിക്കും? ചെറിയ മാറ്റങ്ങൾ നിലവിലുണ്ടായിരിക്കും. എപ്പോഴും ആവശ്യത്തിനുള്ള ഒരു പ്രഷർ എന്ത് ചെയ്യണം? ഈ ഒരു ലൈനിൽ ഉണ്ടായിരിക്കണം. പ്രഷർ കുറയാനും പാടില്ല, പ്രഷർ അമിതമായിട്ട് കൂടാനും പാടില്ല. പ്രഷർ അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്ലോട്ട് ചേമ്പറിൽ വരുന്ന നീഡിൽ വാൽവിൻ്റെ മുകളിൽ ഫോഴ്സ് ചെയ്യപ്പെട്ട്, ആ ഫ്യൂവൽ ഫോഴ്സ് ചെയ്യപ്പെട്ട് ആ നീഡിൽ വാൽവിനെ ഓപ്പൺ ചെയ്ത് ഫ്യൂവൽ ആ ഫ്ലോട്ട് ചേമ്പറിലേക്ക് കയറുകയും ഫ്ലോട്ട് അല്ലെങ്കിൽ കാർബറേറ്റർ ഫ്ലഡിങ് എന്ന് പറയുന്ന ഫ്ലോട്ട് ഫ്ലഡിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നിലവിൽ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ പ്രഷർ കുറഞ്ഞാലോ? പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ സ്പീഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ ലോഡുള്ള സമയങ്ങളിലൊന്നും നമുക്ക് എന്ത് കിട്ടുന്നില്ല? ആവശ്യമായിട്ടുള്ള ഫ്യൂവലിൻ്റെ സപ്ലൈ ഈ ഒരു മെക്കാനിക്കൽ പമ്പ് ഉപയോഗിച്ച് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിടയിലുള്ള പ്രഷർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യവും ഉണ്ട്. നമുക്ക് ഇനി പറയാനുള്ളത് ഇതിൻ്റെ വർക്കിംഗ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. ഇത് വർക്കിംഗ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ നമ്മളൊരു പരീക്ഷയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡ്രോയിങ് വൃത്തിയായ രീതിയിൽ വരയ്ക്കുക എന്നുള്ളതാണ്. ഈ ഡ്രോയിങ് ശരിയായ രീതിയിൽ വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിവരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങുമാണ്. ഇതെങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു, ഇതിൻ്റെ പ്രവർത്തന തത്വം എന്താണ് എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇതിൻ്റെ വർക്കിംഗ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇഗ്നീഷൻ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് മോട്ടറുകൾ പ്രവർത്തിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി എഞ്ചിനെ സ്റ്റാർട്ടിംഗ് മോട്ടർ എന്ത് ചെയ്യും? പിടിച്ചു തിരിക്കുകയും ചെയ്യും. എഞ്ചിനിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെക്കാനിക്കൽ പമ്പ് ഫിറ്റ് ചെയ്യുന്നത്. കാരണം എന്താ? എഞ്ചിൻ്റെ ക്യാം ഷാഫ്റ്റാണ് മെക്കാനിക്കൽ പമ്പുകളെ പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എഞ്ചിന് മുകളിലായിരിക്കും ആര് വരുന്നത്? ഈ ഒരു മെക്കാനിക്കൽ പമ്പിനെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. സോ ക്യാം ഷാഫ്റ്റ് തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം ഈ ക്യാം ഷാഫ്റ്റ് ഒരു പോർഷൻ കാണിച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ്. സോ അതൊരു എക്സെൻട്രിക് ക്യാമാണ്. ഈ ക്യാം തിരിയുന്ന സമയത്ത് ഈ ഒരു പോർഷൻ ഇവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ റോക്കർ ആമിൻ്റെ ഈ ഭാഗത്തിന് മുകളിലേക്ക് പ്രസ് ചെയ്യും, മുകളിലേക്ക് നീക്കും. ഈ ഒരു പോർഷൻ ഇവിടെ പിവറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാം ഷാഫ്റ്റിൻ്റെ ഭാഗം ഇവിടെ വന്ന് ഈ ഭാഗത്തിന് മുകളിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ, റോക്കർ ആമിൻ്റെ ഈ എൻഡിൻ്റെ മുകളിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ
ഈ പോർഷൻ പുൾ റോഡുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഈ പോർഷൻ താഴേക്ക് നീങ്ങും. താഴേക്കായിരിക്കും നീങ്ങുന്നത്. എങ്ങനെയാണ് നീങ്ങുന്നത്? ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് താഴേക്ക് നീങ്ങും. ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് താഴേക്ക് നീങ്ങും. ഈ താഴേക്ക് നീങ്ങുമ്പോൾ ആരൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്? ഈ പുൾ റോഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു ഡയഫ്രം കൂടെ എന്ത് ചെയ്യും? താഴേക്ക് നീങ്ങുന്നു. ഈ ഡയഫ്രം കൂടെ താഴേക്ക് നീങ്ങുന്നു. ഈ ഡയഫ്രം താഴേക്ക് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ചേംബർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, ഇതൊരു ചേംബറാണ് അല്ലേ? ഈ ഒരു ചേംബറിൽ ഒരു വാക്വം ക്രിയേറ്റ് ആവും. ഒരു വാക്വം ക്രിയേറ്റ് ആവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വാൽവുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സക്ഷൻ വാൽവ് അതിൻ്റെ സീറ്റിൽ നിന്ന് എണീക്കുകയും പ്രഷർ വാൽവ് ആ സീറ്റിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് നിൽക്കുകയുമാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ എന്താണ് പറഞ്ഞത്? ഈ ഒരു എക്സെൻട്രിക് ക്യാം തിരിയുന്ന സമയത്ത് റോക്കർ ആമിൻ്റെ ഈ ഒരു എൻജിനെ മുകളിലേക്ക് തള്ളുകയും ഇവിടെ പിവറ്റ് ആയതുകൊണ്ട് തന്നെ ഈ പുൾ റോഡിൻ്റെ പോർഷൻ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് താഴേക്ക് നീങ്ങുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡയഫ്രം താഴേക്ക് വളരെ വേഗത്തിൽ നീങ്ങുന്നു. സോ ഡയഫ്രം താഴേക്ക് നീങ്ങുമ്പോൾ ഡയഫ്രത്തിന് മുകൾ ഭാഗത്ത്, അതായത് ചേംബറിൽ ഒരു വാക്വം ക്രിയേറ്റ് ആവുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സക്ഷൻ വാൽവ് ഓപ്പൺ ആവുകയും പ്രഷർ വാൽവ് സീറ്റിലേക്ക് നന്നായി പ്രസ് ചെയ്ത് നിന്ന് ക്ലോസ് ആയ അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുന്നു. സോ എവിടെ നിന്ന് വരുന്ന ഫ്യൂൽ ടാങ്കിൽ നിന്നും വരുന്ന ഫ്യൂയൽ ഏത് വഴി? ഈ ഒരു വഴിയിലൂടെ വന്ന് സ്ട്രെയിനറിലൂടെ കയറി ഇതിലൂടെ കയറി ഈ ഒരു ചേംബറിലേക്ക് എത്തുന്നു. ഇവിടെ നമ്മളൊരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഫ്യൂവൽ വരുന്ന പാത്ത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫ്യൂവൽ ഇതിലൂടെ കയറി ഇതിലൂടെ വന്ന് ഈ സ്ട്രെയിനറിലൂടെ കയറുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അവിടെ ഡസ്റ്റ് ഉണ്ടെങ്കിൽ, ഡേർട്ട് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അവിടെ കുടുങ്ങുന്നു. അതിനുശേഷം നല്ല ഫ്യൂവൽ, ക്ലീൻഡ് ആയിട്ടുള്ള ഫ്യൂവൽ ചേംബറിലേക്ക് എത്തുന്നു. സോ അതൊരു ഒരു ഭാഗമാണ് നിലവിലിപ്പോൾ നടന്നത്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നടക്കാൻ പോകുന്നത് വീണ്ടും ഈ ക്യാമ് തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ക്യാമിൻ്റെ ഈ അവസ്ഥയിൽ തന്നെ എത്തുന്ന അവസ്ഥ. നേരത്തെ ഈ ക്യാമിൻ്റെ ഈ പോർഷൻ ഇങ്ങോട്ടെത്തി, ഇനി ഇത് ഈ താഴേക്ക് തന്നെ ഇപ്പം നമ്മൾ എങ്ങനെയാണോ ചിത്രത്തിൽ കാണുന്നത് ആ രീതിയിൽ എത്തുന്ന അവസ്ഥ. സോ ആ രീതിയിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരത്തെ ഈ റോക്കർ ആമിൻ്റെ ഈ പോർഷന് മുകളിലേക്ക് നീക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റിങ്ങുകളെ കംപ്രസ് ചെയ്തുകൊണ്ട് ഡയഫ്രം താഴേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി സംഭവിക്കുന്നത് എന്താണ്? ഇനി ഈ ഒരു ആക്ഷൻ, ഈ ഒരു എക്സെൻട്രിക് ക്യാമിൻ്റെ ആക്ഷൻ നഷ്ടപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ഈ ഭാഗം മുകളിലേക്ക് നീങ്ങുന്നു. എന്തുകൊണ്ട്? നേരത്തെ നമ്മൾ ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ടാണ് താഴേക്ക് ഈ ഒരു ഡയഫ്രത്തിനെ നീക്കിയത്. സോ ഇനി ഇവിടെ ഉള്ള ആ ഒരു ആക്ഷൻ നഷ്ടപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്പ്രിങ് എന്ത് ചെയ്യുന്നു? ഡയഫ്രത്തിന് മുകളിലേക്ക് തന്നെ നീക്കുന്നു. ഡയഫ്രത്തിന് മുകളിലേക്ക് നീക്കുമ്പോൾ ഈ ഒരു ചേംബറിൽ ഉണ്ടാവുന്നത് പ്രഷറാണ്. ആ പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് ഈ ചേംബറിൽ നേരത്തെ കയറി നിൽക്കുന്ന ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്യുകയും സ്വാഭാവികമായിട്ടും സക്ഷൻ വാൽവ് എന്ന് പറയുന്നത് ക്ലോസ് ആവുകയും പ്രഷർ വാൽവ് എന്ന് പറയുന്നത് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. സോ പ്രഷർ വാൽവ് വഴി ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? ഈ വഴിയിലൂടെ കാർബറേറ്ററിലേക്ക് സപ്ലൈ ആവുന്നു. സോ എന്താ സംഭവിക്കുന്നത്? നേരത്തെ സക്ഷൻ സ്ട്രോക്ക് നടന്ന സമയത്ത് സക്ഷൻ വാൽവ് ഓപ്പൺ ആയി ഫ്യൂവൽ എന്ത് ചെയ്തിരുന്നു? ഈ ഭാഗത്തേക്ക് ചേംബറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് പ്രഷറാണ് സംഭവിക്കുന്നത്. കാരണം ഈ ഒരു എക്സെൻട്രിക് ക്യാമിൻ്റെ കറക്കം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എക്സെൻട്രിക് ക്യാം ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പുൾ റോഡ് എന്ന് പറയുന്ന ഭാഗം സ്പ്രിങ്ങിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഡയഫ്രത്തിനെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് നീക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു പ്രഷറാണ് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ഈ സക്ഷൻ വാൽവ് ക്ലോസ് ആവുകയും പ്രഷർ വാൽവ് ഓപ്പൺ ആയി ഫ്യൂവൽ കാർബറേറ്ററിലേക്ക് സപ്ലൈ ആവുകയും ചെയ്യുന്നു. ഇനി നമുക്കുണ്ടാകുന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഫ്യൂവൽ ഇൻലെറ്റിലൂടെ വന്ന് സ്ട്രെയിനറിലൂടെ കയറി ചേംബറിലേക്ക് എത്തി പ്രഷർ വാൽവിലൂടെ കയറി കാർബറേറ്ററിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫ്ലോട്ട് ചേംബറിൽ ഫ്യൂവൽ നിറയുന്നു. ഇനി ഫ്യൂവൽ അങ്ങോട്ട് ആവശ്യമില്ല, നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. സോ വീണ്ടും ആ സമയത്തും ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സക്ഷൻ ആൻഡ് പ്രഷർ സ്ട്രോക്കുകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. സോ കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ചേംബറിലേക്ക് ഫ്യൂവൽ അമിതമായിട്ട് എത്തുകയും ഫ്യൂവൽ നിറഞ്ഞ് കാർബറേറ്റർ ഒരു ഫ്ലഡിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യില്ലേ എന്നുള്ളൊരു സംശയം നിലവിലുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ്? ഈ ഒരു ലൈനിൽ പ്രഷർ വരുമ്പോൾ, അതായത് കാർബറേറ്ററിൽ നിന്നും കാർബറേറ്ററും അതുപോലെ തന്നെ പമ്പിൻ്റെയും ഇടയിൽ വരുന്ന ഈ ഒരു ലൈനിൽ പ്രഷർ അധികമാവുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ചേംബർ ഫുള്ളായിട്ടുണ്ടായിരിക്കും. നീഡിൽ വാൽവ് കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ചേംബറിനെ ക്ലോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു ലൈനിൽ എന്തുണ്ടായിരിക്കും? നല്ല പ്രഷർ ഉണ്ടായിരിക്കും. ആ പ്രഷർ എങ്ങോട്ട് ആക്ട് ചെയ്യപ്പെടും? ഈ ഒരു ഡയഫ്രത്തിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് ഈ ചേംബറിൽ ആ പ്രഷർ ആക്ട് ചെയ്യപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ
ഈ ഒരു ഡയഫ്രം താഴ്ന്നു തന്നെ നിൽക്കും. ഈ ഒരു ഡയഫ്രം സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് താഴ്ന്നു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു പോർഷൻ താവുന്നു, ഈ ഒരു പോർഷൻ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ക്യാം അവിടെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല? ക്യാം റോക്കർ ആമിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ റോക്കർ ആമിനെ ക്യാം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല? പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം ഈ ഭാഗം പ്രഷർ കാരണം താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. സോ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്യാമിന് റോക്കർ ആമിനെ പൊക്കാനുള്ളൊരു അവസരം നിലവിൽ അവിടെ കിട്ടുന്നില്ല. ജസ്റ്റ് ടച്ച് ചെയ്തോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാതെയോ ആയിട്ട് ക്യാം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കും. സോ എപ്പോഴാണോ ഈ പ്രഷർ കുറയുന്നത്, അല്ലെങ്കിൽ ഫ്ലോട്ട് ചേമ്പറിലെ നീഡിൽ വാൽവ് ഓപ്പൺ ആവുകയും ഫ്യൂവൽ ഈ ഒരു ലൈനിൽ നിന്നും ഫ്ലോട്ട് ചേമ്പറിലേക്ക് പോയി വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രഷർ കുറയുകയും ആ ഒരു സമയത്ത് ഇവിടെയുള്ള ഫ്യൂവൽ വീണ്ടും അങ്ങോട്ട് സപ്ലൈ ആവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ പ്രവർത്തനം നടക്കുകയും ചെയ്യും. സോ ആ രീതിയിലാണ് ഇവിടെ നമ്മുടെ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതെന്ത് സംഭവിക്കില്ല? കാർബറേറ്റർ നിറഞ്ഞ് പുറത്തേക്ക് പോകുന്നൊരു അവസ്ഥ ഉണ്ടാക്കുന്നത് മാക്സിമം എന്ത് ചെയ്യും? ഈ ഒരു പമ്പ് തന്നെ ഇല്ലാതെയാക്കും. അപ്പോൾ ഒരു കാരണവശാലും എന്ത് സംഭവിക്കില്ല? കാർബറേറ്റർ ഫ്ലഡിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നിലവിലുണ്ടാവില്ല. സോ അതിൻ്റെ കൺസ്ട്രക്ഷൻ ആ രീതിയിൽ കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത് എൻജിൻ്റെ ബ്ലോക്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് കണക്ട് ചെയ്യുന്നത്. കാരണം ക്യാം ഷാഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എൻജിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ എൻജിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു മെക്കാനിസം നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എൻജിൻ ചൂടാവുമ്പോൾ ആ ചൂട് ഈ ഒരു പമ്പിലേക്കും കൂടെ എത്തുന്നു. ആ ഹീറ്റ് ഈ പമ്പിലേക്ക് എത്തുമ്പോൾ ഈ പമ്പിനുള്ളിലൂടെ പെട്രോളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പെട്രോൾ എന്ന് പറയുന്നത് പെട്ടെന്ന് വേപ്പറൈസ് ആവുന്ന ഒരു ഇന്ധനമാണ്, ഒരു ഫ്യൂവലാണ്. സോ ഈ ഒരു ഹീറ്റ് വേപ്പർ ലോക്കിന് സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതായത് ലിക്വിഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പെട്രോളിനെ വേപ്പർ സ്റ്റേജിലേക്ക് മാറ്റുന്നതിനും അത് പൈപ്പ് ലൈൻസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുടുങ്ങിക്കിടക്കുന്നതിനും ശരിയായ രീതിയിലുള്ള ഫ്യൂവൽ സപ്ലൈ നടക്കാതെ വരുന്നതിനും ഒരു കാരണമാവാറുണ്ട് ഈ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുകൾ. അപ്പോൾ അത് ഈ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിൻ്റെ വളരെ വളരെ മോശമായിട്ടുള്ളൊരു വശമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. എന്നാൽ SU ഇലക്ട്രിക്കൽ പമ്പുകൾ അങ്ങനെയല്ല. SU ഇലക്ട്രിക്കൽ പമ്പുകൾ ഇലക്ട്രിക്കൽ എനർജിയുടെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. കാരണം ബാറ്ററിയിൽ നിന്നുമാണ് ഇലക്ട്രിസിറ്റി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും? പ്രവർത്തിച്ച് തുടങ്ങും. അതോടൊപ്പം തന്നെ എൻജിൻ എപ്പോഴാണോ സ്റ്റാർട്ട് ആവുന്നത്, അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റ് എപ്പോഴാണോ ഓപ്പറേറ്റ് ആവാൻ തുടങ്ങുന്നത്, ആ സമയത്ത് മാത്രമേ ആര് പ്രവർത്തിക്കുകയുള്ളൂ? നമ്മളുടെ ഈ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് പ്രവർത്തിച്ച് തുടങ്ങുകയുള്ളൂ. അതിനു മുമ്പ് പ്രവർത്തിക്കുന്നില്ല. സോ ഇത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജുകൾ ഈ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിന് ഉണ്ട്. നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താലും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എടുത്താലും ഈ രണ്ട് ഫീൽഡിലും നമുക്ക് ഈ ഒരു പോർഷൻ പരീക്ഷയ്ക്ക് പഠിക്കാനും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങിക്കാനും ഉള്ള ഒരു ഭാഗമാണ്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ളൊരു പഠനം ഈ ഒരു ഫ്യൂവൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാർബറേറ്ററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ SU ഇലക്ട്രിക്കൽ പമ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് ബൈ.